exam day in my life. എനിക്ക് എക്സാമാണ്. നമ്മുടെ ദേശീയ ഭക്ഷണം ദോശ. അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതെന്റെ യൂണിഫോം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, സാധിക സുരേഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എക്സാം ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് എക്സാമാണ്, ലാസ്റ്റ് എക്സാമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റ് ജസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ളൂ. ലാസ്റ്റ് എക്സാം മാത്സ് ആണ്, ബോർഡ് എക്സാമാണ്. അപ്പോൾ പഠിക്കട്ടെ. രാവിലെ എത്ര മണിയാണ് എനിക്ക് ഓർമ്മയില്ല. 6:30 എണീറ്റ്. ഇപ്പം എത്ര മണിയാണാവോ? 6 സംതിങ്ങാണ് എണീറ്റ്. എത്ര മണിയാണ് എനിക്ക് ഓർമ്മയില്ല, നോക്കട്ടെ. അപ്പോൾ പഠിക്കട്ടെ. 1:30 ആകുമ്പോഴത്തേക്ക് കഴിയൂട്ടാ. രാവിലെ എണീറ്റ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീറ്റു. എനിക്ക് 9:15 ബസ് വരിക. അപ്പോൾ 9:15 വരെ സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പഠിക്കട്ടെ ഗൈസ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പഠിക്കാം. ഇപ്പോൾ സമയം 7:15, 7:12 കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ചപ്പോൾ കുറച്ച് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്ത് നോക്കട്ടോ. പിന്നെ നമ്മുടെ എക്സാമിൻ്റെ ഫാനാണ്. എക്സാമിൻ്റെ മോർണിംഗ് ലിസ്റ്റ് ഉണ്ടാവും, അത് നോക്കണം. ഇതിനെ ഇനി ഫ്രാക്ഷനിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 25/2 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഈ ഡിവിഷനെ നമ്മൾ മാറ്റി എഴുതിയില്ലേ? 25/2 പോട്ടെ. ഏതെങ്കിലും നമ്മൾ ശരിയാക്കിയല്ലോ. ചിലതൊക്കെ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് 8 ആക്ടിവിറ്റി ഉണ്ട്, 6 ശരിയാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. മാത്സ് ആണ്, ഒരു 5 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുത്തില്ലെങ്കിൽ തല പോകുകയും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. അതിനുള്ള സമയമുള്ളൂ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ടേബിൾ അവർ ഭയങ്കര ക്യൂട്ട് എസ്തറ്റിക് ആയിട്ട് ഡെക്കോർ ചെയ്യും. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് പഠിക്കുന്ന സമയത്ത് ഒന്നും മുന്നിലിരിക്കുന്നത് ഇഷ്ടമല്ല. വാട്ടർ ബോട്ടിൽ വരെ ഞാൻ ചില സമയത്ത് ബെഡിലാണ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് തിരിച്ച് ഡെസ്കിൽ എടുത്ത് വയ്ക്കും. പിന്നെ എനിക്ക് ഒരു വൃത്തിയായിട്ട ഫീലിംഗ് തോന്നുമ്പോൾ ഞാൻ വീണ്ടും എടുത്ത് ബെഡിക്ക് വയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പറയണേ. എനിക്കെന്തോ അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ വീണ്ടും ഞാൻ പഠിക്കൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അയാളെ വിളിച്ച് വിഷ് ചെയ്തില്ലല്ലോ. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, രാവിലെ വിളിച്ച് വിഷ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ആളെ വിളിച്ചപ്പോൾ ആൾ ഉറങ്ങുമായിരുന്നു. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടു, ഹാപ്പി ബർത്ത്ഡേ ടു യു നെഹുമോളെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടു. പിന്നെ ആൾക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്യൂട്ടായിട്ട്, ഭയങ്കര ക്യൂട്ട് എസ്തറ്റിക് ആയിട്ടുള്ളൊരു ബാഗായിരുന്നു കേട്ടോ. ആൾക്ക് ബാഗൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം നല്ലൊരു ബാഗ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബാഗ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ് കൊടുത്തത്. പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്തു വെച്ചു, സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം പഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ താഴത്തോട്ട് വന്നു പഠിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ കുറച്ച് ലേറ്റായി. ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം, റെഡി ആവണം. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് മാത്സ് എക്സാമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ വേഗം പോയി റെഡി ആവട്ടെ. ഞാനങ്ങനെ കുളിച്ച് വന്നു, ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ ദേശീയ ഭക്ഷണം ദോശ. അത് മിക്ക വീട്ടില് ദോശയിലെ വെക്കുള്ളൂ. അമ്മമാരെ കൊഴിക്കുക. അപ്പം സാധാരണ ഞാൻ 8:30 എണീറ്റാൽ സുഖമായിട്ട് 9:15 ഒക്കെ റെഡി ആവാറുണ്ട്. ഞാൻ നേരത്തെ എണീറ്റിട്ടും ലേറ്റായി. 8:45 അല്ലേ സമയം. ഞാൻ വേഗം റെഡിയായി ഭക്ഷണം കഴിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് അവസാനത്തെ ദിവസമാണ് സ്കൂളിൻ്റെ. നമ്മൾ ഷൂട്ടിംഗ് കാരണം ഞാൻ സ്കൂളിൽ പോകാറില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് കാരണം സ്കൂളിൽ പോകാറില്ലല്ലോ. ആദ്യമായിട്ടാണ് ഒരു ഫുള്ളായിട്ട് ഞാൻ റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്നത് ഈ വർഷമാണ്. എന്നുവെച്ചാൽ LKG UKG കുഞ്ഞിനെ പോയിട്ടുണ്ട്, പക്ഷേ ഈ വർഷമാണ് ഇതായിട്ട് പോകുന്നത്. അടിപൊളിയാണ് സ്കൂൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ അമ്മ? അടിപൊളിയാണ് സ്കൂള്. ഷൂട്ടും അടിപൊളിയാട്ടോ, അത് എനിക്കറിയാം.
ഞാൻ കഴിക്കട്ടെ, റെഡി ആവട്ടെ. റെഡി ആയിട്ട് കാണാം. റെഡി ആയിട്ട് കാണാം. ബൈ. അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് യൂണിഫോം. ഈ യൂണിഫോം ഇട്ടാൽ ഞാൻ നല്ല ചബ്ബിയാണ് ഗൈസ്. ചബ്ബി. ഇത് നീ എങ്ങനെ കാണിച്ചു നോക്കുന്നത്? യൂണിഫോം ഞാൻ കാണിച്ചു നോക്കുന്നത് മതി. അവൻ പറയാ ഞാൻ 6ാം ക്ലാസ് കഴിഞ്ഞു, 7ാം ക്ലാസ്സിലേക്ക് എത്തി. അല്ല അമ്മ, ഞാൻ 6ാം ക്ലാസ് കഴിഞ്ഞു എത്തി ഗൈസ്, എത്തുന്നു ഗൈസ്. അപ്പം ഞാൻ ബാഗ് ഞാൻ എല്ലാം ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗ്സ് അല്ലേ, ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പഠിച്ചതൊക്കെ വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പഠിച്ചതല്ല വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പറഞ്ഞത്. എന്ത് പോകുമ്പോൾ പ്രാർത്ഥിക്കും, ഭഗവാനെ എക്സാമിന് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ വരണേ, ഭഗവാനെ ഭഗവാനെ. ഞാൻ ഇവരോടൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കും കേട്ടോ, എക്സാം എളുപ്പമാവണേ. ഞാൻ അവിടെ എത്തണ വരെ, പേപ്പർ കിട്ടണ വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. കിട്ടുമ്പോ ബസ് വരുമ്പോ പോവാ. അവിടെ നിന്നോളൂ. ബസ്സല്ലാതെ എന്റെ ബസ്സല്ല. ഷൂ ശരിക്കിടും. ലൈമ് കുടിക്കാൻ പൈസ എടുത്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ അവസാനമായിട്ട് ലൈമ് കുടിക്കാൻ പോവാണ്, പൈസ എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താ കറുപ്പ് കളർ ഇങ്ങോട്ട് വന്നേ? ആ എന്താ അവിടെ? ഞാൻ പോട്ടെ കേട്ടോ. എന്തമ്മ? കുളിക്ക് ഞാൻ കുളി നിലക്കണ ആളാ. അമ്മേ ഞാൻ പോവാക്കി ഇവിടെ ഞാൻ ഇവിടെ കഴിക്കും. ഇവിടെ ചളിയിട്ട് എന്താ ഇവിടെ പറയണ്ടേ? എല്ലാവർക്കും ഇനി വരുമ്പോ അറിയാം മുഖം പാടിയിരിക്കോ നന്നായിട്ടിരിക്കോ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാട്ടാ വരുമ്പോ. പിന്നെ അച്ഛൻ ഡൽഹിയിൽ പോയി, അച്ഛൻ നേപ്പാളിൽ പോയിക്കാണ്. അച്ഛൻ എന്റെ എക്സാം തുടങ്ങുന്നതിന്റെ അന്ന് പോയി. ഇനി എക്സാം കഴിയുന്നതിന്റെ അന്ന് വരില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ വരും. നേപ്പാളിൽ പോയിക്കാണ് പറഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങാം. വാങ്ങി വന്നില്ലെങ്കിലാ ഐസ്. ആർക്കെങ്കിലും ഐസ് കടിച്ചു തിന്ന സ്വഭാവമുണ്ടോ? അയൺ ഡെഫിഷ്യൻസി. ഒരു മിനിറ്റ്, അയൺ ഡെഫിഷ്യൻസി ആണ് കേട്ടിട്ടുണ്ട്. തിങ്കളാഴ്ചയിൽ Six hours later. അപ്പൊ ഞാൻ സ്കൂള് വിട്ട് വന്നു. എന്നിട്ട് ഞാൻ ഓർലിക്സ് കുടിച്ചു. ഞാൻ ആ ചിപ്സ് കുറച്ച് കഴിച്ചു. എന്നിട്ട് ഇന്നലെ വാങ്ങിയതായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു പീസ് കഴിക്കാൻ വെച്ചിരിക്കുക. എക്സാം ആദ്യമായിട്ടാണ് എനിക്ക് മാത്സ് പറയുകയാണെങ്കിൽ ഒട്ടും തലയിൽ കയറാത്തൊരു സബ്ജക്റ്റ് ആട്ടോ. എനിക്ക് ഒട്ടും ഇതില്ലാത്ത സബ്ജക്റ്റാണ്. പക്ഷെ നല്ല സുഖമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു എക്സാം. വണ്ടി പോലെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് എക്സാം പോകണം. ഞാൻ ചിരിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതുന്നത്. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച എക്സാം എഴുതിയിരുന്നു. അത് മീൻസ് അത് ടീച്ചർ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു, മിക്ക ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കണ്ടപ്പോ മനസ്സിനൊരു സുഖം ഉണ്ടായിരുന്നു. ഈശ്വര അത് എന്ത് ചെയ്താലും കിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ പിന്നെ കണ്ണീര് മുങ്ങിടല്ലേ ആവും പറഞ്ഞില്ല, അത് എന്തായിരുന്നു. മീൻസ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പോവാട്ടോ, മാഡം വേറെ സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.